ആരാണ് വഖഫിൻ്റെ പ്രയോജകർ എന്നതിനെ സംബന്ധിച്ചാണ് അറിയേണ്ടത്. അത് പാവപ്പെട്ടവർ ഫുഖറാഇനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിയാത്രക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിഥികൾ, അതുപോലെ തന്നെ അടിമത്തമോചനവുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെയുള്ള ചില ഒരുപാട് വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വഖഫ് എന്ന് പറഞ്ഞാൽ കേവലം പള്ളി, മദ്രസ, ഖബർസ്ഥാൻ, പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥയിലൊരു ദർഗ, ഇത് മാത്രമല്ല വഖഫ് എന്ന് പറഞ്ഞാൽ. വഖഫ് ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് കൊണ്ട് പ്രയോജനം ലഭിക്കപ്പെടേണ്ടത് സമൂഹം തന്നെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിൽ പോലും വഖഫിനെ അടിസ്ഥാനപരമായി നിരോധിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? വഖഫ് മൂലം ആ രാജ്യത്തിന് ഗുണമുണ്ട്. വഖഫ് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫിനെ എല്ലാവരും മനസ്സിലാക്കി വെച്ചത് സാമൂഹികമായ വളർച്ച, സാമ്പത്തികമായ വളർച്ച, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ സേവനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ധർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത്. അത് ലോകത്തെല്ലാവരും, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ലോകത്തറിയപ്പെടുന്ന പഴയകാല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരടക്കമുള്ള ആളുകൾ വഖഫിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരാളും അതിന് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായി തന്നെയാണ് കണ്ടിട്ടുള്ളത്.